ഇനി നമ്മൾ നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചാർജ് ഏതാ? ചാർജിന്റെ ബോഡിയിലെ ചാർജ് -10 കൂളോം. സി, ആ -10 കൂളോമിൻ്റെ അടുത്ത് ഒരു -5 കൂളോം ചാർജിനെ കൊണ്ടുവച്ചു. എന്ത് സംഭവിക്കും? -10ന്റെ അടുത്ത് -5 കൂളോം ചാർജ് കുറച്ചടുത്തോട്ട് കൊണ്ടുവച്ചാൽ നമുക്കറിയാം ലൈക്ക് ചാർജസ് ദേ ആർ, സോ ദേ വിൽ റിപ്പൽ. -10 -5 എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ദെൻ -5 പകരം ഞാൻ രണ്ടാമത് കൊണ്ടുവയ്ക്കുന്ന -10 ആക്കിയാലോ റിപ്പൽഷൻ എങ്ങനെയായിരിക്കും? റിപ്പൽഷൻ കൂടുതലായിരിക്കും. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റിയപ്പോൾ റിപ്പൽഷൻ എന്ത് ചെയ്തു? കൂടി. റിപ്പൽഷൻ കൂടി. ഓക്കെ, സോ ഇവിടെ തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സ്, രണ്ട് ചാർജ്ഡ് ബോഡീസ് അല്ലെങ്കിൽ രണ്ട് ചാർജസ് തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സ് ഉള്ള ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് റിപ്പൽസീവ് ആയാലും അട്രാക്റ്റീവ് ആയാലും മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഞാൻ -10നെ കുറച്ച് അടുത്തോട്ട് കൊണ്ടുവയ്ക്കുവാണ്. അതായത് രണ്ട് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? കുറച്ചു. അങ്ങനെയാണെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് എന്ത് ചെയ്യും? കൂടും. സോ ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്, ഫോഴ്സിന്റെ അളവ് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഏതൊക്കെയാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈച്ച് ചാർജ്, ഓരോ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെയും പിന്നെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനെയും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ടൊരു ലോ ഉണ്ട്. ആ ലോ ആണ് കൂളോംസ് ലോ. ചാൾസ് അഗസ്റ്റസ് ഡി കുളോം എന്ന് പറയുന്ന ഫിസിസിസ്റ്റ് കൊണ്ടുവന്ന ലോ ആണ്. ആൻഡ് വിച്ച് ഗീവ്സ് us the magnitude of the force of attraction or repulsion between any two point charges. And according to Coulomb's law അനുസരിച്ച് the force of attraction or repulsion between any two point charge is directly proportional to the product of their magnitude and inversely proportional to square of distance of separation എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 by R square. എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K into Q1 Q2 by R square. ഇനി ആ കോൺസ്റ്റന്റ് K നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്ത കോൺസ്റ്റന്റ് K എന്ന് പറയുന്നത് K ഈസ് ഈക്വൽ ടു, അതിലൊരു വാല്യൂ ഉണ്ട് 9 into 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ ആണ്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ ആണ്. ഇനി ആ കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ, ആ കോൺസ്റ്റന്റ് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ K ഈസ് ഈക്വൽ ടു 1/4πε0. ദാറ്റ് കോൺസ്റ്റന്റ് K ഈസ് ഈക്വൽ ടു 1/4πε0. സോ ഈ വാല്യൂ എടുത്ത് നമ്മൾ കുളംസ് ലൈൽ കൊടുത്താൽ F ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R square. ഇതാണ് എക്സാക്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താ ഈ ε0? നമുക്ക് Q1 Q2 R അറിയാം, നമ്മുടെ വേരിയബിൾസ് ആണ്, ചാർജും ഡിസ്റ്റൻസും. ഇനി എന്താ ε0? ε0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ε0 ഒരു കോൺസ്റ്റന്റ് ആണ് ഫോർ എ ഗിവൺ മീഡിയം. ഒരു പർട്ടിക്കുലർ മീഡിയത്തിന് ε0 എന്ന് പറയുന്നത് ε0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. കോൺസ്റ്റന്റ് പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. The value of ε0 is 8.854 into 10⁻⁻12 coulomb square per Newton meter square ആണ്. ഇനി എന്താ ഈ ε0? ഞാൻ പറഞ്ഞു ഫ്രീ സ്പേസിലുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. നമ്മുടെ കൂളോം സ്ലൈഡ് ഇക്വേഷനിൽ F ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R square ആണല്ലോ. അതിൽ ഫ്രീ സ്പേസ് എന്ന് പറയുന്ന മീഡിയത്തിൻ്റെ ഒരു നേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി പാരാമീറ്റർ ആണ് ε0. എന്ന് വെച്ചാൽ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദ മീഡിയം ഓൾസോ. മീഡിയത്തിൻ്റെ നേച്ചറിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആരെ കൂടാതെ? രണ്ട് ചാർജും ഡിസ്റ്റൻസിനെയും കൂടാതെ. ചാർജിനെയും ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ ആദ്യമേ കണ്ടു. അതിനെ കൂടാതെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നേച്ചർ ഓഫ് ദ മീഡിയം. അപ്പം മീഡിയത്തിൻ്റെ നേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി നമ്മുടെ ഇക്വേഷനിൽ വേണം. അതാണ് ഏത്? ε0 എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വി ഹാവ് ആസ് 1/4πε0 Q1 Q2 by R square. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ? ഈ ഫോഴ്സ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും ആൻഡ് ദ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും. ഈ പറയുന്ന ഒരു പോയിന്റ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസ് എക്സാംസിനെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ε0 പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആൻഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ മീഡിയം മാറ്റുമ്പോൾ എന്ത് മാറും? ഈ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ മാറും. ഇനി നോക്കിയേ, പെർമിറ്റിവിറ്റിയുടെ വാല്യൂ മാറിയാൽ എന്തും മാറും?
ഫോഴ്സിൻ്റെ വാല്യൂ മാറും. ബിക്കോസ് നമ്മുടെ ഇക്വേഷനിൽ പെർമിറ്റിവിറ്റി ടേം ഉണ്ട്. പെർമിറ്റിവിറ്റി ടേം 1/4πε0 എന്ന് പറയുന്നത് ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി. അപ്പോൾ മീഡിയം മാറുമ്പോൾ നമ്മൾ ε0യ്ക്ക് പകരം ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി വെക്കണം. ലെറ്റ് us see, നമ്മൾ ഈ -10 കൂളോം -10 കൂളോം 1 മീറ്ററിൽ വെച്ച് -10 കൂളോമിനെ എടുത്ത് വാട്ടറിൽ കൊണ്ടുവയ്ക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? മീഡിയം മാറി. എയർന്ന് മീഡിയം മാറി. ഡിസ്റ്റൻസ് ഒന്നും നമ്മൾ മാറ്റാതെ അതുപോലെ വാട്ടറിൽ കൊണ്ടുവച്ചു. ഡിസ്റ്റൻസ് ഒന്നും മാറ്റാതെ അതുപോലെ ഇവിടെ കൊണ്ടുവച്ചു, വാട്ടറിൽ കൊണ്ടുവച്ചു. എന്നിട്ട് വാട്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. വാട്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ്, ആ ഫോഴ്സ് നമുക്ക് കാൽക്കുലേഷനിൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ F is equal to എങ്ങനെ എഴുതാം? 1/4πε Q1Q2/r². കാരണം ε0 നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ε0 ആർക്കുള്ളതാണ്? എയർ ഫ്രീ സ്പേസിൻ്റെതാണ്. ε0 ഫ്രീ സ്പേസിൻ്റെതാണ്. സോ വി വിൽ യൂസ് ദെയർ എപ്സിലോൺ ഒന്ന് യൂസ് ചെയ്തു. 1/4πε Q1Q2/r². ആൻഡ് ഓൺ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആ ഫോഴ്സ് കിട്ടിയത് എയറിൽ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് ഡിവൈഡഡ് ബൈ 80 ആണ്. എയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു, 9 × 10⁻11. അതേ ബൈ 80 എന്നാണ് എന്ത് ചെയ്ത് 80. അതേ ബൈ 80 എന്നാണ് വാട്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? സി, നമ്മൾ വാട്ടറിൽ കൊണ്ടുവച്ചു 1/4πε Q1Q2/r². ബാക്കി ഒന്നും മാറിയില്ല. Q1 Q2 R മാറിയില്ലല്ലോ. ഏത് ക്വാണ്ടിറ്റി അവിടെ മാറി? എപ്സിലോൺ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മാത്രമാണ് അവിടെ ചേഞ്ച് ചെയ്തത്. റൈറ്റ്? എപ്സിലോൺ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മാത്രമാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് 80 ടൈംസ് റെഡ്യൂസ് ചെയ്തു എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ വന്ന ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസമാണ്. 1/4πε Q1Q2/r²/80 ആണ് അവിടെ വന്നത് അല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? 1/4πε 0 × 80 × Q1Q2/r² എന്ന് എഴുതിക്കൂടെ? 1/4πε × 80 × Q1Q2/r². കാരണം 1/4πε × Q1Q2/r²ന്റെ വാല്യൂ ആൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, 9 × 10⁻11. അതേ ബൈ 80 ആണ് നമുക്ക് കിട്ടിയത്. സോ ε0 പകരം ε0 × 80 എന്ന് വന്നു. ε0 × 80 അതാണ് എന്തായിട്ട് വന്നത്? നമ്മുടെ വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി ആയിട്ട് വന്നത്. സോ പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ കംസ് ആസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു 80 ε0. എപ്സിലോൺ ഈസ് ഈക്വൽ ടു 80 ε0. അപ്പം നോക്കിയേ, നമുക്കിവിടെ കിട്ടിയ ഈ ക്വാണ്ടിറ്റി 80 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഈ ക്വാണ്ടിറ്റിയെ നമ്മളൊരു പേര് പറയും റിലേറ്റീവ് പെർമിറ്റിവിറ്റി. Relative permittivity of water. So relative permittivity of water represented with epsilon r. Epsilon r is equal to ε/ε0. ഇനി എന്താ റിലേറ്റീവ് പെർമിറ്റിവിറ്റി? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇനി ഈ ടേമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഈ ടേം ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഹൗ മച്ച് ടൈം ദ ഫോഴ്സ് ഈസ് റെഡ്യൂസ്ഡ് വെൻ ചാർജസ് ആർ പ്ലേസ്ഡ് ഇൻ എനി മീഡിയം റിലേറ്റീവ് ടു എയർ. എയറിനെ റിലേറ്റ് ചെയ്ത് വേറൊരു മീഡിയത്തിൽ കൊണ്ടുവയ്ക്കുമ്പോൾ എത്ര കണ്ട് ഫോഴ്സ് കുറയും എന്നതിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അറ്റ് ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഐ ടോൾഡ് യു, ഇത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. മീഡിയം മാറുമ്പോൾ എന്ത് ചെയ്യും? ഫോഴ്സ് മാറും, അത് നമുക്കറിയാം. ഇനി എത്ര കണ്ട് ഫോഴ്സ് മാറും? ആ ഫാക്ടറാണ് ഇത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓൾസോ നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എങ്ങനെ എഴുതാം? ഈ 80 നമുക്ക് നേരത്തെ എങ്ങനെ കിട്ടി? എഫ് എയർ ഡിവൈഡഡ് ബൈ എഫ് വാട്ടർ എന്നല്ലേ കിട്ടി? 80 എയറിലുള്ള ഫോഴ്സിന്റെ 80 ടൈംസ് റെഡ്യൂസ് ചെയ്തു അല്ലേ വാട്ടറിലുള്ള ഫോഴ്സ് കിട്ടിയത്. സോ എഫ് വാട്ടർ ഈസ് ഈക്വൽ ടു എഫ് എയർ ബൈ 80. ഓർ 80 നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എയർ ബൈ എഫ് വാട്ടർ. എന്ന് വെച്ചാൽ എന്താ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി മീൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഫ്രീ സ്പേസ് ഓർ എയർ ഡിവൈഡഡ് ബൈ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇൻ വാട്ടർ. അങ്ങനെ നമുക്ക് പറയാം ആരെ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. And the relative permittivity is also known as dielectric constant. ഇതിനെ നമ്മൾ dielectric constant എന്നും പറയും. For example, the dielectric constant of paper is 1.4. എന്ന് വെച്ചാൽ എന്താ? പേപ്പറിൽ 2 ചാർജ് വെക്കുമ്പോൾ തമ്മിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രീ സ്പേസിൽ ആ ചാർജ് വെക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ 1.4 ടൈംസ് ആയിരിക്കും. മീൻസ് the force experienced when they are placed in paper as a medium is 1.4 times lesser the force when they are placed in free space. Similarly, the dielectric constant of rubber is 7.
which means the ratio of the force experienced in air is to the force experienced in rubber is equal to 7:1. അതാണ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. നമ്മൾ കുളോംസ് ലോ പറയുമ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ അവർ എക്സാമിനേഷൻ.